ജ്ഞാനപ്പാനയിലെ അടുത്ത വരികളാണ് പറയുന്നത്. എൻ്റെ പേര് അനിത ശങ്കരനാരായണൻ. മുന്നമി കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നു ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. മുന്നമി കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നു ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നും ഒന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അതിനർത്ഥം സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്രളയം സംഭവിക്കാം. പ്രളയം ഈ വിശ്വത്തിലുള്ള ചരാചരങ്ങളും വസ്തുക്കളും നിശേഷം ഒന്നായി ചേരുകയാണ്. ഒന്നായി ചേരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തേജസ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ആ സൃഷ്ടിക്ക് മുമ്പായി ഒന്നും തന്നെ പരമാത്മാവിൽ ചേരുന്നില്ല. കാരണം അതിൻ്റെ ആവശ്യം പരമാത്മാവിനില്ല. പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയൊന്നുമില്ല. എനിക്ക് ഒന്നിനും കിട്ടിയില്ലല്ലോ അങ്ങനെയുള്ള ഒരു വലയിലും പരമാത്മാവിനില്ല. അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവ് എന്നുള്ളിൽ അറിയാവുന്ന ജനങ്ങൾക്ക്, പരമാത്മാവിന് ഒന്നിൻ്റെ ആവശ്യമില്ല എന്നറിയുന്ന ജനങ്ങൾക്ക് എന്തുണ്ടാവണം? പരമാർത്ഥം ഉള്ളിൽ ഉറയ്ക്കാത്തവർക്ക് ഒന്നും തിരിയാത്ത വസ്തുക്കൾ പരമാത്മാവ്. അതായത് സൃഷ്ടിക്ക് ഒന്ന് തന്നെ ചെന്ന് പരമാത്മാവ് ലയിക്കുന്നില്ല, പരമാത്മാവ് ഒന്നിലും ചെന്ന് വലയുന്നില്ല. പരമാത്മാവിനോട് അങ്ങനെയുള്ള ഒന്നാണ് പരമാത്മാവ് എന്ന് ഉള്ളിൽ അറിയാവുന്ന ജനങ്ങൾക്ക് യഥാർത്ഥ്യം അറിയുന്നു. ശരിയായ ജനങ്ങൾക്ക് എന്തുണ്ടാവണം? അത് യഥാർത്ഥമായിട്ട് അറിയുന്നുണ്ട്. പരമാത്മാവിന് ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് അറിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും തിരിയാത്ത വസ്തുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർ ഒന്നും മനസ്സിലാക്കണില്ല. ആ പരമാത്മാവ് ജന്തുവിലും ഓരോ ജീവാത്മാവായി വർത്തിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ പരമാത്മാവിന് ഒന്നിനോടും ബന്ധം ഉണ്ടാവുകയില്ല. ഈ രീതിയിലാണ് ഈശ്വരൻ പ്രപഞ്ച സൃഷ്ടി നടത്തിയിരിക്കുന്നത്. പ്രളയാവസരത്തിൽ ഓരോ ജീവനും സ്വകർമ്മങ്ങളോടുകൂടി തന്നെ മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് പരമാത്മാവിൽ ലയിക്കാതെ ഒരു തേജസ്സായിട്ട് മാറുകയാണ്. അങ്ങനെ തേജസ്സായി മാറി പ്രളയം കഴിഞ്ഞതിന് ശേഷം തൻ്റെ കർമ്മഫലം അനുസരിച്ച് വീണ്ടും ജന്മങ്ങൾ സ്വീകരിക്കുന്നു. ജനന മരണ ചക്രത്തിൽ പെട്ട് ഉഴലുവാൻ തുടങ്ങുന്നു. ഒരംശം കൊണ്ട് മായയെ ആശ്രയിച്ച് പരബ്രഹ്മം തന്നെയാണ് സാക്ഷിയെന്ന് ഈശ്വരനാണെന്നും പറയപ്പെടുന്നു. അതെ, പരബ്രഹ്മം തന്നെയാണ് ഈശ്വരനെന്നും അങ്ങൊരു പരബ്രഹ്മം എന്താ ഉണ്ടാവണം? ഈശ്വരനല്ലാതെ സാക്ഷിയാവാണ് ചെയ്യുന്നത്. ഈ പ്രളയമൊക്കെ കണ്ട് എല്ലാതും കുഴമ്പ് പരുവാകും. എല്ലാ മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും കുഴമ്പ് പരുവായതിന് ശേഷം അതെല്ലാം സൃഷ്ടി കർത്താവായ ഭഗവാൻ
കണ്ടുകൊണ്ടിരിക്കണം. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രഹ്മം തന്നെയാണ് നമ്മുടെ ജീവൻ. ഭഗവാന് ഒന്നിനോടും ബന്ധമില്ലാത്തതിനാൽ സാക്ഷി എന്നാണ് പറയുന്നത്. ഭഗവാന് ഒന്നിനോടും ബന്ധമില്ല, നമുക്കാണ് ബന്ധം. അതുകൊണ്ട് ഭഗവാനെ സാക്ഷിയായിട്ട് ഇങ്ങനെ ഇരുത്തണം. അത് കഴിഞ്ഞ് ഈ മൂന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമ നേരത്ത് എന്നതിനർത്ഥം സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തികളായ ത്രിമൂർത്തികൾ, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ മൂന്നാൾക്കാർ പ്രപഞ്ചം അവശേഷിക്കാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കണം ഇവർ. അത് കഴിഞ്ഞ് പ്രളയാവസരത്തിൽ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം, പ്രളയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സൃഷ്ടി തുടങ്ങുകയാണ്. മൂന്നും എന്നതിന് സൃഷ്ടി സ്ഥിതി സംഹാരം അധിപനായ ത്രിമൂർത്തികൾ എന്നോ സത്വരജസ ഗുണങ്ങളോടും അർത്ഥമാക്കാം. ത്രിമൂർത്തികളുടെ ഏകീകഭാവം ത്രിഗുണങ്ങളുടെ ഏകീകഭാവം ഒന്നു തന്നെ. അങ്ങനെ സംഭവിക്കുമ്പോൾ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയുന്നില്ല. ഗുണങ്ങൾ അത്രയും സൃഷ്ടിച്ച് അവലംബമായി തീരുന്നു. അതായത് നമ്മൾ എല്ലാം ഒന്നാക്കിയതിന് ശേഷം ഈ ഭഗവാന്മാർ പിന്നീട് വീണ്ടും അവർ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അതാണ്